മലപ്പുറത്ത് പൊതുപ്രവർത്തകന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനമെന്ന് പരാതി. 5 വർഷം മുൻപ് ക്രൂരമർദ്ദനം ഉണ്ടായെന്ന് അകമ്പടത്തെ പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസ് പറഞ്ഞു. കാര്യമെന്തെന്ന് പോലും അറിയാതെ 5ഓളം ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് തല്ലുകയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകുമെന്നും ബൈജു പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ അടിക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു വേറെ കുറേ ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് എന്നെ അകത്തെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് എല്ലാവരും കൂടെ കൂടി വളരെ മാരകമായ രീതിയിൽ എൻ്റെ ചാങ്കിരി ഇടിക്കുക, എൻ്റെ തല ഇടിക്കുക. കുന്നമംഗലത്തെ കേസ് കണ്ടപ്പം അതിനേക്കാളൊക്കെ ക്രൂരമായ മർദ്ദനം നടത്തി. അവസാനം എൻ്റെ കൈയൊക്കെ അവർ കെട്ടിയിട്ട് തന്നെ അടിച്ചു. ഞാൻ തിരിച്ചടിക്കുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അവരെ കെട്ടിയിട്ട് തന്നെ അടിച്ചു. അപ്പോൾ നമുക്കന്ന് തിരിച്ച് മജിസ്ട്രേറ്റിനടുത്ത് പറയാനുള്ളൊരു പേടി എന്ന് വെച്ചാൽ നമ്മളെ മെഡിക്കലിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇവരിവിടെ തിരിച്ചു കൊണ്ടുപോയില്ല. ആ സമയത്ത് വല്ലതും പിന്നെയും ഇതുവല്ലം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോടതിയിലും മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ദേഹോദരം എന്തെങ്കിലും ഏൽപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് പറയാൻ പേടിച്ചിട്ട് പറയാൻ ഞാൻ. പക്ഷേ ഇന്നിപ്പം ഇത് കണ്ടപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വലിയ ആപത്താണ്, സമൂഹത്തിന് വലിയ ആപത്താണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ്. ശരി, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നാണ് സംശയം. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോയ ഒരു പ്രകോപനവുമില്ലാതെ പിടിച്ചിട്ടിടിക്കുകയാണ്. മനുഷ്യനെ വെറുതെ ഇടിച്ച് ഇഞ്ചപ്പരവുമാക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു പ്രകോപനവുമില്ലാതെ മറ്റൊരാളെ ഇടിച്ച് ഈ അവരുടെ ബോധം കെടുത്തുക. ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്നാണ് ശാന്തകുമാർ വെള്ളാലത്തോട് ചോദിക്കാം എന്താണ് കാര്യമെന്ന്. ശാന്തകുമാർ, എന്താണ് സംഭവം? എന്തിനായിരുന്നു പ്രകോപനമില്ലാതെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആക്രമിച്ചത്? എന്താണ് നടന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. സേതു, പോലീസിൻ്റെ ഒരു ക്രൂരത ഇപ്പോൾ പുറത്തു വന്ന് അത് വലിയ വിവാദമാവുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഇത്തരത്തിലുള്ള ക്രൂരത വളരെ വൈകൃതമായിട്ടാണ് ഇയാളെ മർദ്ദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഈ ബൈജു നിലമ്പൂർ അകമ്പാടത്തെ ഒരു കർഷകനാണ്, പൊതുപ്രവർത്തകനാണ്. ഈ ബൈജുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചേർന്ന് കപ്പ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഈ സുഹൃത്തിനെ മാനിനെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിനാണ് ഈ ബൈജുവിനെയും കൊണ്ടുപോയത്. അദ്ദേഹത്തിന് അറിയില്ല, ഈ കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയുക തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് അറിയാത്ത തന്നെ കൊണ്ടുപോയി വനംവകുപ്പിൻ്റെ ഓഫീസിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അന്ന് 2020 ഇത് സംഭവം ഉണ്ടാകുന്നത്. കോവിഡ് കാലമായിരുന്നു. ആ സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ മജിസ്ട്രേറ്റ് ഇക്കാര്യത്തെക്കുറിച്ച് ഓൺലൈനായിട്ടായിരുന്നു കോടതി പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ഓൺലൈനിൽ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ ഇക്കാര്യം പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇവരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു കാര്യങ്ങൾ പറയാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വനംവകുപ്പിൻ്റെ ഓഫീസിൽ അത്തരം CCTV ദൃശ്യങ്ങളൊന്നുമില്ല, തെളിവുകൾ നൽകാൻ അദ്ദേഹത്തിൻ്റെ കയ്യില്ല. പക്ഷേ അദ്ദേഹം ഈ മർദ്ദനത്തെ തുടർന്ന് ഒരു നിത്യരോഗിയായിരുന്നു, കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. അങ്ങനെ വളരെ ക്രൂരമായി ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്ന, അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനം ഏൽക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരൻ്റെ, ഒരു കർഷകൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ വനംവകുപ്പ് മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ ബൈജു. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.